താൻ വാഴുകയാലാകുലമില്ല നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ടേ. തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോകജീവിതം. ഹല്ലേലൂയാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിൻ്റെ പാദാന്തിയെ കടന്നു വരുവാൻ തക്കണം സഹായിച്ചതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. രാത്രികാലം മുഴുവൻ ഞങ്ങളെ സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ല കർത്താവേ. ശത്രു കാണാതോണം ചെറുകടിക്കുള്ളിൽ മറച്ചതോർത്ത് നന്ദി പറയട്ടെ. ആരോഗ്യത്തോട് സുബോധത്തോടും എഴുന്നേൽപ്പിച്ച് എൻ്റെ ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. വീണ്ടും ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന എല്ലാ ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദാനമായി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഒരുപോലെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക കർത്താവ്. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിഞ്ഞ് ഇന്ന് പകൽക്കാലം ഞങ്ങളെ വഴി നടത്തുമാറാകണം. വരാമായിരിക്കുന്ന ഈ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ അയൽകുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ സഹോദരവർഗ്ഗങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ യുവതിയുവാക്കന്മാരെ കാത്തുകൊള്ളണമേ, ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കണമേ, അനാഥരെയും വിധവകളെയും കാത്തുകൊള്ളണമേ. ആമേൻ. ഇന്നുവരെയും സ്വർഗ്ഗം എല്ലാവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചതോർത്ത് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. വീണ്ടും ഹാലലി ഞങ്ങളുടെ ദേശത്തിൻ്റെ മേലോട്ട് സൗഖ്യമയക്കണം, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേൽ സമാധാനമയക്കണം. ഹാലേലൂയ. അടിയങ്ങളോട് ഓരോരുത്തരോടും മനസ്സലിനം കരുണ കാണിക്കണം. ഞങ്ങൾ പോകേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുമാറാകണം. ആമേൻ. കർത്താവിൻ്റെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായും എടുത്ത കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ആ കരം ഞങ്ങളെ താങ്ങി നടത്തുന്നതോർത്ത് സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. വീണ്ടും കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടപ്പാ. സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ, ആരോഗ്യത്തിലും കൃപയിലും പരിപാലിക്കണമേ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, അപ്പോൾ OET IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, എൻ്റെ കർത്താവെ പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളൊക്കെ ഉണ്ടപ്പാ. ഹാലലി. എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ കുഞ്ഞുങ്ങളെ പിന്നെയും സമർപ്പിക്കുക. അപ്പോൾ അവിടുന്ന് സഹായിക്കണമേ, അത്ഭുത വഴികളിൽ കൂടെ അവിടെ നടത്തണമേ, ജയത്തോടെ നടത്തണമേ, ആഗ്രഹങ്ങളെ നിവർത്തിക്കണമേ. പ്രത്യേകിച്ചും കർത്താവെ, എക്സാമൊക്കെ പാസ്സായി വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അവർക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുത വഴികളെ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു തടസ്സവും മുടക്കവും കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വഴിയും വാതിന് സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കളുടെ പേരും സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ്റെ പൊന്നുകരമെന്ന് വയ്ക്കുമാറാകണമേ. അപ്പോൾ ഉജ്ജീവമാർഗത്തിൻ്റെ വഴിതേളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരും കഷ്ടമനുപ്പാൻ സങ്കടമനുപ്പാൻ അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലുയ. നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. അപ്പോൾ ഈ സമയം ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ആരോഗ്യവും ബലവും സമാധാനവും സന്തോഷവും സൗഖ്യവും ഓരോ മക്കൾക്കും കൊടുക്കണമേ. എല്ലാ മേഖലകളിലും ഓരോ മക്കളുടെയും വേദനകളെ സ്വർഗ്ഗം ഏറ്റെടുത്തുകൊണ്ട് സമാധാനത്തോടെ അവരെ സൂക്ഷിക്കണം. ആമേൻ. അത്ഭുതവും ജയമായി പൊന്നുകരം ചേർത്ത് പിടിച്ചവരെ നടത്തണമേ. എല്ലാ സങ്കടങ്ങളിൽ നിന്നും വിടുവിക്കണമേപ്പാ. പല വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. സ്വർഗ്ഗം വരെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്ന സമാധാനത്തോടും സന്തോഷത്തോടും സ്വർഗ്ഗം നടത്തുന്നവർക്ക് നന്ദി പറയുക. ശത്രു കാണാതെ സൂക്ഷിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെല്ലാം സമർപ്പിക്കുന്നു. അപ്പോൾ ദൈവകൃപയിലും
ആമേൻ. ഹാലലി വളർത്തിത്തരണം. ബാലപീഠയിൽ നിന്നൊക്കെ വിടുവിച്ചു കൊള്ളുമാറാണ്. കർത്താവിലാൻ അനുഗ്രഹിക്കപ്പെടണം. സ്വർഗത്തിലെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഈ സമയം കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. അവിടുത്തെ സമാധാനത്താൽ ഓരോ കുടുംബത്തെയും നിറയ്ക്കണമേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. അതിനായിട്ടുള്ള മുഖാന്തരം ഒരുക്കണമേ. ഹല്ലേലൂയ. കർത്താവ്, എല്ലാ മുൻകോപങ്ങളിൽ നിന്നും കർത്താവ് എല്ലാവരെയും വിടുവിക്കണം. ശാന്തതയോടും ക്ഷമയോടും ജീവിപ്പാൻ കൃപ നൽകുമാറാകണം. ദൈവഭയവും ദൈവസ്നേഹം കൊണ്ട് ഓരോ മക്കളെയും നിറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, കടഭാരത്തിൽ നടിയിൽ വലയുന്ന ജീവിതങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ അവരുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായും തീർത്തു കൊടുക്കാമെന്ന് വാഗ്ദത്ത വചനമാ. നീ ദരിദ്രനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവമാ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഉയർത്തും, ഞങ്ങളെ മാനിക്കും, ജയകരമായി നടത്തും. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കർത്താവ്, ഈ സമയം ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്നു. തലചായ്പാൻ ഭവനം കൊടുക്കണേപ്പാ. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത് പൂർത്തീകരിച്ചൊക്കെ അതിൽ പാർക്കുവാനും ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയം വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തക്കതായ തുണകളെ തന്നെ മക്കൾക്ക് വേണ്ടി ഒരുക്കുമാറാകണം. വിവാഹപ്രായം കഴിഞ്ഞ മക്കളുണ്ടപ്പോൾ അവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട് കർത്താവേ. തക്ക തുണി ഒരുക്കണേപ്പാ, തക്ക തുണി ഒരുക്കണമേ. അത്ഭുതകരമായി സ്വർഗ്ഗം ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരാഗ്രഹിച്ചതിലും നിലച്ചതിലും അത്യന്തപരമായത് നൽകിത്തരുവാൻ നീ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരിക. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗം തക്ക തുണി ഒരുക്കുമാറാകണം. അവരുടെ വിവാഹം ഈ ആണ്ട് തീരുന്നതിന് മുൻപേ നടക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ്. നിൻ്റെ വചനമയച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആ പരിശുദ്ധാത്മാവിനെ ഐക്യമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അത്യന്തപരമായ ശക്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിഴലിടട്ടപ്പ. ഹല്ലേലൂയ. കർത്താവേ, ഉദരഫലം നൽകി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗ്ഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരുതണമേ, മാനിക്കണമേ. അവരുടെ ദുഃഖമർത്താവ് എടുത്തു മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിന്നെ ഉരുട്ടിമാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഉള്ളംകരത്തിൽ വഹിക്കണമേ. ജോലി കാര്യങ്ങളെ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പ. ബഹുദൂരെ യാത്ര ചെയ്ത് കടന്നു പോകേണ്ടവരുടെ മക്കളെ കർത്താവേ, നീ അവരെ താങ്ങിക്കൊള്ളണമേ. അവരുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ മാറ്റി സമാധാനത്തോടെ കാത്തുകൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട് കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഉള്ളതുപോലെ കാണുന്ന ദൈവം, ഉള്ളതുപോലെ അറിയുന്ന ദൈവം. തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വിടുവിച്ചേ മതിയാവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളെ ജീവിതം പോലും അവസാനിപ്പിച്ചവരെ സ്വർഗമേ, നീ അവരോട് കരുണ കാണിക്കണം, മനസ്സലിയണം. ഹല്ലേലൂയ. പൂർണ്ണമായൊരു മാനസാന്തരം എൻ്റെ സ്വർഗം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നൽകുമാറാകണം. എൻ്റെ കർത്താവേ, ഈ ലോകജനതയ്ക്ക് ആവശ്യമാർന്ന ദൈവകൃപയും ദൈവശക്തിയും പരിശുദ്ധാത്മനിറവും സ്വർഗം നൽകിയേ മതിയാകുന്നു പ്രാർത്ഥിക്കുക കർത്താവേ. സ്തോത്രം. ഈ അന്ധകാരത്തിൽ നിന്ന് എല്ലാ ജീവിതങ്ങളെയും ഒന്ന് വിടുവിച്ചാട്ട് കർത്താവേ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു കർത്താവേ. സ്തോത്രം. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, എങ്ങും ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല കർത്താവേ. നിന്നുള്ള പ്രത്യാശയുള്ള ഓരോ ഹൃദയത്തെയും നിറയ്ക്കണമേ. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ അലമുറയിട്ട് കരയുന്ന ജനസമൂഹത്തിന് നടുവിൽ ഞങ്ങൾ വസിക്കുമ്പോൾ പ്രാർത്ഥിച്ചേൽപ്പിപ്പാനല്ല അതൊന്നിനും കഴിയത്തില്ല. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ ദിവ്യ സമാധാനം ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനവുമായി സ്വർഗമിറങ്ങുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. പ്രത്യാശയോടെ ജീവിതം നയിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. എൻ്റെ സ്വർഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലുമായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവരുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവരുണ്ട്. ICUയിലും CCയിലുമായിരിക്കുന്നവരുണ്ടപ്പാ. വെൻറ്റിലേറ്ററിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഡെലിവറി റൂമിലായിരിക്കുന്ന മക്കളുണ്ട്. എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിവേഗം പായുന്ന വചനം അയക്കുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നുള്ള വലിയേറിയ വാഗ്ദത്ത വചനം ഓരോ മക്കളിലും ഒന്ന് പ്രവഹിക്കട്ടെ കർത്താവേ. ആ വചനം ഹല്ലേലൂയ കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊരു വിടുതലും സൗഖ്യമായി മാറട്ടെ കർത്താവേ. മഹത്വമേറിയ സാക്ഷിത്വം വഹിപ്പാൻ ഓരോ മക്കളെയും എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്മേൻ കർത്താവേ, എഴുന്നേൽപ്പ് നടക്കുവാൻ കഴിവില്ലാതെ കിടക്കകളിലായി വീൽചെയറിലായിരിക്കുന്നവരുണ്ടപ്പാ. നാളുകളായി ബുദ്ധിമുട്ടുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ജന്മനാൽ അങ്ങനായ ഒരു ജീവിതങ്ങളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ അപ്പാ, അവരെ ചൊല്ലി ഭാരപ്പെടുന്ന വേദനിക്കുന്ന വാർദ്ധക്യ സഹജമായ മാതാപിതാക്കളുണ്ടപ്പാ. നീ അവരോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ അവർക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു അത്ഭുതം ചെയ്യണമെന്നാഥാ. ഹൃദയം കലങ്ങുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ആരും സഹായിപ്പാനില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പാ, നീ മനസ്സലിയും കരുണയുമുള്ള ദൈവമാണല്ലോ. മനസ്സലിയണേപ്പാ, മനസ്സലിയണമേ കർത്താവേ.
അപ്പോൾ അതിന് സൗഖ്യമായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെ ഏൽപ്പിക്കട്ടെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരെ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ശരീരമാസകലം നീർക്കെട്ടും വേദനയുമുള്ളവർ, എൻ്റെ കർത്താവെ ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി കൊഴിയുന്നവർ, തൈറോയിഡുള്ളവർ, ആസ്മ രോഗികൾ, ചുമയാല പനിയാല ശ്വാസതടസ്സത്താൽ ഭാരപ്പെടുന്ന അനേക ജീവിതങ്ങൾ, പകർച്ചബാധയുടെ പിടിയിലായിരിക്കുന്ന ജീവിതങ്ങൾ, ഹല്ലേലൂയ. ഉദരസംബന്ധമായ രോഗമുള്ളവർ കർത്താവെ, അപ്പോൾ പല വിധത്തിൽ ഉദരത്തിൽ ഹാലിലെ ഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ, പൊന്നുകരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവെ. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവരുണ്ട് കർത്താവെ, എല്ലാം അപ്പച്ചൻ്റെ പൊന്നുപാദപിടുത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് സൗഖ്യദായകനാ, സകലത്തിന് മതിയായ ദൈവമാ, അങ്ങയുടെ പക്കൽ സൗഖ്യമുണ്ട്. ഹാലേലൂയ കർത്താവെ. അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഞങ്ങളെ ഒന്ന് തൊട്ടാൽ മതി. അവിടുത്തെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ പോലും സൗഖ്യമുണ്ടല്ലപ്പാ. അപ്പോൾ ബലഹീനതയും ക്ഷീണവും ഭാരവും വേദനയും രോഗവുമുള്ള ഓരോ മക്കളുടെ മേലും എൻ്റെ അപ്പൻ്റെ കരമൊന്ന് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലപ്പാ. അപ്പോൾ നീ തൊടുമാറാകണം, സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കാഴ്ചയും കേൾവിയുമില്ലാത്തവരുടെ വാർദ്ധക്യ സഹജമായി കഷ്ടപ്പെടുന്ന ജീവിതങ്ങളുണ്ട്. കണ്ണിൻ്റെ അസ്വസ്ഥതയിൽ നിന്നെല്ലാം പരിപൂർണമായും വിടുതൽ കൊടുത്ത് സ്വന്തം കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ള ശക്തിയും ബലവും കൊടുത്ത് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ താങ്ങിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. ഇനി അടിയൻ മറന്നാലും മറക്കാത്ത കർത്താവ് ഓരോ പ്രാർത്ഥനാ വിഷയത്തിന്മേലും കരുണ കാണിക്കുമാറാകണം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, പുതിയ വർഷം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെയൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ഹല്ലേലൂയ കർത്താവ്. ഭരണകൂടത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ രാജ്യങ്ങളെയെല്ലാം സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗ്ഗമെല്ലാം അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.